നമസ്കാരം. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണ് പൗർണമി അഥവാ വെളുത്തവാവ്. ആദിപരാശക്തിയായ ദേവിയെ ലളിതാ ത്രിപുര സുന്ദരി ഭാവത്തിലാണ് ഇന്നേ ദിവസം ഭജിക്കേണ്ടത്. ദേവി കടാക്ഷത്തിലൂടെ ഏവരുടെയും കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധി, സമാധാനം എന്നിവ നിറയുന്നതുമാണ്. മാതൃസ്വരൂപിണിയായ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്താനാണ് പൗർണമി ദിനാചരണം എന്നും വിശ്വാസമുണ്ട്. ഓരോ മാസത്തിലെയും പൗർണമി ദിനത്തിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇതനുസരിച്ച് ഇടവമാസത്തിലെ പൗർണമിയിൽ ദേവിയെ ഭജിക്കുകയാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ തടസ്സങ്ങൾ അകലുന്നതിന് സഹായകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരാം. ദാമ്പത്യ സൗഖ്യം ഫലമായി വന്നു ചേരും. ഭഗവതിയെ ധ്യാനിച്ച് ഈ ദിവസത്തിൽ ലളിത സഹസ്രനാമം ചൊല്ലുന്നത് പോലും അതിവിശേഷമാണ്. ആദിപരാശക്തിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിത സഹസ്രനാമം നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ഏറ്റവും ഫലദായകവുമാണ്. സവിശേഷ ഫലം നൽകും. ജീവിത തിരക്കിനിടയിൽ ലളിത സഹസ്രനാമ ജപം സാധ്യമല്ലാത്ത വ്യക്തികളാണ് എങ്കിൽ ശ്രീ ലളിത പഞ്ചവിംശതി നാമാവലി ജപിക്കാവുന്നതാണ്. ഈ ജപം ലളിത സഹസ്രനാമ ജപത്തിന് തുല്യവുമാണ്. ഏവരും ഒരു നിമിഷം അമ്മയെ വന്ദിക്കുക. അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. ഈ വർഷത്തെ വൈശാഖ പൂർണിമ 2025 മെയ് 12 തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത്. 2025 വൈശാഖ പൂർണിമയുടെ പ്രധാന തീയതികളും സമയവുമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. പൂർണിമ തിഥി ആരംഭിക്കുന്നത് 2025 മെയ് 11 രാത്രി 8:01 പൂർണിമ തിഥി അവസാനിക്കുന്നത് 2025 മെയ് 12 രാത്രി 10:25 ഇനി പരാമർശിക്കാനായി പോകുന്നത് വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. വ്രതാനുഷ്ഠാനം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. സർവ ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമാകുന്നു. അതിരാവിലെ നിങ്ങൾ ഉണർന്ന് കുളിക്കേണ്ടത് അനിവാര്യമാകുന്നു. നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ഇന്നേ ദിവസം 108 ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതിരാവിലെ തന്നെ ജപിക്കണം. ദേവീ സ്തുതികൾ ജപിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. അതിനുശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ എന്നാണ് പറയുക. ഒരിക്കൽ അനുഷ്ഠിക്കുന്നതും അഭികാമ്യമായ കാര്യം തന്നെയാകുന്നു. സാധിക്കുന്നവരാണ് എങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കുകയോ പഴങ്ങൾ മാത്രം കഴിക്കുകയോ ആകാം. സന്ധ്യയ്ക്ക് നിലവിളക്ക് നിങ്ങൾ തെളിയിച്ച് ദേവിയുടെ നാമങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ദീർഘമംഗല്യ ഭാഗ്യത്തിനായി ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യ നമോ നമ എന്നാണ്. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്നാണ്. ഈ നാമം തീർച്ചയായും അഥവാ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഏതൊരു വിധത്തിലുള്ള ദുരിതപൂർണമായ അവസ്ഥകൾക്കും മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് ശുഭകരമാണ്. നിത്യവും ഈ മന്ത്രം ജപിക്കുന്നതും ദാമ്പത്യ ജീവിതം ഏറ്റവും അനുകൂലമായി പോകുന്നതിന് സഹായകരമായി തരും. വിളക്ക് തെളിയിച്ച് ശുദ്ധിയോടെ തന്നെ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 രൂപ നാണയം നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഒരു നാണയം വിളക്കിനടിയിൽ അല്ലെങ്കിൽ താലത്തിൽ വെച്ച് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടാതെ നാളെ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ഓർക്കുക.
5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുന്നത് ഏറെ സവിശേഷമാണ്. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുങ്കുമം സമർപ്പിക്കുന്നതും മഞ്ഞൾ സമർപ്പിക്കുന്നതും അരി ഒരു പിടി സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഈ കാര്യവും പ്രത്യേകം ഓർക്കുക. ഇതൊരു താലത്തിൽ വച്ച് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങളും അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് അത് സഹായകരമായി തീരും. ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം കൂടി നാളെ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അതിരാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭം. ഒരിക്കലും രാത്രി സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിരാവിലെ നെയ്വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലദായകം തന്നെയാകുന്നു. അതിനുശേഷം അഥവാ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം വീട്ടിലെ അരിപ്പാത്രത്തിൽ ഒരു നാണയം മറച്ചു വയ്ക്കുന്നതും ഏറ്റവും വിശേഷമായ ഫലം നിങ്ങൾക്ക് നൽകും. ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മന്ത്രം ഇപ്രകാരമാണ്: ഓം ശ്രീ മഹാലക്ഷ്മിയേ ച വിദ്മഹേ വിഷ്ണുപത്നിയേ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്നാണ്. ഓം ശ്രീ മഹാലക്ഷ്മിയേ ച വിദ്മഹേ വിഷ്ണുപത്നിയേ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്നാണ്. ഈ മന്ത്രം നിങ്ങൾ പ്രത്യേകിച്ചും നാളത്തെ ദിവസം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ മന്ത്രം നിത്യവും നിങ്ങൾ രാവിലെ വിളക്ക് തെളിയിച്ച് ജപിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമാണ്. അതിനാൽ മനഃശുദ്ധിയോടെ തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിരാവിലെ കുളി കഴിഞ്ഞ് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിച്ച് ഭക്തിയോടെ തന്നെ നിങ്ങൾ നാമങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ദർശനം നടത്തുന്നത് ഇരട്ടി ഫലദായകം തന്നെയാണ്. തന്നാൽ കഴിയുന്ന വഴിപാടുകളും ഇന്നേ ദിവസം നിങ്ങൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം ദർശനം നടത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നത് വിശേഷമാണ്. കൂടാതെ ഏവരുടെയും തലക്കുഴിഞ്ഞ് ഒരു നാണയം ഇന്നേ ദിവസം ദേവിയുടെ നടയിൽ സമർപ്പിക്കുന്നതോ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നതോ സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. അനുഭവിക്കുന്നതായ ആ ദുരിതങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഇന്നേ ദിവസം അമ്മയെ പ്രാർത്ഥിക്കുക.